പഴത്തിൻ്റെ ചിപ്സ്. നിങ്ങൾ ഇത്രയൊരു കഴിച്ചിട്ടുണ്ട് ഈ പഴത്തിൻ്റെ ചിപ്സ്? ഇഷ്ടമാണോ? എനിക്ക് ഭയങ്കര ഇഷ്ടമായി പഴത്തിൻ്റെ ചിപ്സ്. ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ, മധുരവും പുളിയും. രാത്രി ഞങ്ങളെല്ലാം പൂട്ടിക്കെട്ടി കിടന്നപ്പോൾ ഒരു അൺഎക്സ്പെക്റ്റഡ് ഗസ്റ്റ് ഉണ്ടയങ്ങാടി. എന്നെ സ്ഥിരം ഫോളോ ചെയ്യുന്നവർക്കറിയാം. ഉണ്ടയങ്ങാടി അമ്മച്ചിയുടെ ചേച്ചി മരിച്ചുപോയി. പുള്ളിക്കാരുടെ മോനും മരുമോളും മക്കളും വന്നു. ആവോ. ഹലോ, ഗുഡ് മോർണിംഗ്. ഒരാൾ വന്ന് നടക്കുന്നുണ്ടോ? ഉറങ്ങുക. എൻ്റെ കൈ വന്ന് നടക്കുമല്ലോ. അപ്പം ഞാൻ കൈ വലിച്ചതാ. അമ്മയുള്ളപ്പോൾ ഇങ്ങനെയാണ്. അമ്മയുടെ കയ്യിലിങ്ങനെ വന്ന് നടക്കും പുള്ളിക്കാരി. എന്നിട്ട് കിടന്നുറങ്ങും. ഇന്നലെ എൻ്റെ അടുത്ത് വരികയില്ലായിരുന്നു. ഇന്നലെ മിനിഞ്ഞൊന്നും എൻ്റെ അടുത്ത് വന്നേ ഇല്ല. ഇന്നലെയാണ് ഇപ്പം എൻ്റെ കൈ വന്ന് കിടന്നുറങ്ങിയത് വെളുപ്പിനായപ്പോൾ. അപ്പം ഞാൻ ഒന്ന് പോയി ഫ്രഷ് ആവട്ടെ, എന്നിട്ട് വേണം. തുണി വിരിക്കാൻ വന്നതാ ബാൽക്കണിയിൽ. ആവോ. നമ്മുടെ ഡോറിനോ? ഇത് പെയിൻ്റ് അടിച്ച ഇപ്പം ഈ അടുത്ത്. അത് കണ്ടാലോ ഇതായി കിടക്കുമല്ലോ. വെയിലടിച്ചിട്ട് നമ്മുടെ ആ തുണി ഇടുന്ന അത് പൊട്ടിപ്പോയില്ലേ? ഇവിടെ തുണി ഇടുന്ന അത് പൊട്ടിപ്പോയി. ഇവിടെ കൊള്ളുവോ? സെക്കൻഡ് വൈകുന്നേരം എടുത്താൽ മതി. വൈകുന്നേരം എടുത്താ എന്താ സഭ? എൻ്റെത് മുകളിൽ പോയി കൊണ്ടുവരിക്കണം. കുറച്ചുണ്ട്. ഇനി അടുത്ത എൻ്റെ തുണി വിരിക്കാൻ പോവുക, അല്ല ഇടാൻ പോവുക. ഇനി പാവട്ടെ. ഇതുണ്ടോ പഴത്തിൻ്റെ ചിപ്സ്? നിങ്ങൾ ഇത്രയൊരു കഴിച്ചിട്ടുണ്ട് ഈ പഴത്തിൻ്റെ ചിപ്സ്? ഇഷ്ടമാണോ? എനിക്ക് ഭയങ്കര ഇഷ്ടമായി പഴത്തിൻ്റെ ചിപ്സ്. ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ, മധുരവും പുളിയും പിന്നെ ആ ഒരു ക്രിസ്പി ഫീലും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇടയ്ക്ക് മേടിക്കും ഇവിടെ. ഇപ്പം അച്ഛനും മേടിച്ചപ്പോൾ എനിക്ക് ഒരെണ്ണം മേടിച്ച. പഴുത്ത പഴമെന്ന് തോന്നുന്നു. മുറിച്ചിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഇവരുണ്ടാക്കുന്നത്. എനിക്ക് കറക്റ്റ് അറിയില്ല എൻ്റെ പരിപാടി. പക്ഷെ നല്ല അടിപൊളി സാധനം. കഴിച്ചിട്ടില്ലേ കഴിച്ചു നോക്കണം കേട്ടോ. ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. വണ്ടി സ്കൂട്ടർ ഒന്ന് സ്റ്റാർട്ടാക്കിയിട്ടോ. ഇതിടയ്ക്ക് സ്റ്റാർട്ടാക്കിയില്ലെങ്കിൽ പണി മുടക്കും. ഇതൊന്ന് മാറ്റി വെക്കട്ടെ.
അല്ലേ ചിലപ്പോൾ താഴെ പോകും. ഇത് കണ്ടോ, ഇതിന് കുഴപ്പമുണ്ട്. ഇടയ്ക്കെടുത്ത് സ്റ്റാർട്ടാക്കിയില്ലെങ്കിൽ നല്ല പഴക്കമുണ്ട് വണ്ടിക്ക്. കാലപ്പഴക്കം നല്ലതുപോലെ ഉണ്ട്. ഈ ഹെൽമെറ്റ് തിരിച്ചു നോക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ മറന്നു പോകും. അതെ, ഇങ്ങനെ ലോട്ട് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ലോക്ക് ചെയ്തിട്ട് ഈ മിററിൻ്റെ ഇങ്ങോട്ട് തൂക്കിയിടുവാണെങ്കിൽ അത്രയും കുഴപ്പമുണ്ടാവില്ല. ഇങ്ങനെ കിടന്നു. ഇത്രയും മതി. ആ കമ്പി എന്തി? കമ്പി താഴെ രണ്ടെണ്ണം താഴെ. അതെ, അതെടുത്ത് ഇവിടെ തൂക്കിയിട്. ആ വല്യപ്പൻ്റെ പണിയാണ്. ആ പോട്ടെ, അത് കാണാത്തായിരിക്കും. അതാകുമ്പോഴേ എടുക്കാൻ പറ്റും എളുപ്പത്തിൽ. എടുക്കാൻ അല്ലെങ്കിൽ ആ വലിയ ഇതെല്ലാം ഇടുമ്പോൾ അതിൻ്റെ പെയിൻറ് പോവാൻ മോനെ. അതാ അവിടെ തൂക്കിയാൽ കാണത്തില്ല. അയാൾക്ക് എടുക്കാൻ പറ്റില്ല അവിടെ തൂക്കിയാൽ. അത് ഇച്ചിരി കൂടെ ലൂസാക്കണമായിരുന്നു. പക്ഷേ കമ്പിയെ ഒരു വശം ഇച്ചിരി കൂടെ ലൂസാക്കിയാൽ. വേറെ കമ്പി മേടിക്കണം. ഇത് കുഞ്ഞു കമ്പിയല്ലേ. അത് അത്രയും സ്ഥലത്ത് പെയിൻറ് പോയേക്കുക. പോയി വേസ്റ്റ് വെക്കണേ. ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? പോയിക്കോ, ഞാൻ പൊട്ടിയിട്ട് വരാം. അങ്ങനെ കൂട്ടാൻ പറ്റില്ല. ഞാൻ ഇത് കൂട്ടിയിട്ട് വരാവേ. അങ്ങനെ നമ്മൾ രാത്രി ഭക്ഷണം കഴിക്കാൻ പോവാണ്. ചപ്പാത്തിയും ബീഫും. അമ്മച്ചി വരുന്നേ ഉള്ളൂ. അമ്മച്ചി പിന്നെ ബീഫ് കഴിക്കില്ല. കഴിച്ചിട്ട് വരാം. രാത്രി ഞങ്ങളെല്ലാം പൂട്ടിക്കെട്ടി കിടന്നപ്പോൾ ഒരു അൺഎക്സ്പെക്റ്റഡ് ഗസ്റ്റ്. ഉണ്ടേങ്ങാടി. എന്നെ സ്ഥിരം ഫോളോ ചെയ്യുന്നവർക്കറിയാം. ഉണ്ടേങ്ങാടി അമ്മച്ചിയുടെ ചേച്ചിയുടെ ചേച്ചി മരിച്ചുപോയി. പുള്ളിക്കാരുടെ മോനും മരുമോളും മക്കളും വന്നു. വിളിച്ച് തുറക്കാൻ പറഞ്ഞപ്പോഴാണ് സംഭവം മനസ്സിലായി. അപ്പോൾ പെട്ടെന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇപ്പോൾ എടുക്കാം. അവരുടെ പൂച്ചയുടെ പറയുക. എപ്പോഴാണ് ചേച്ചി അവിടുന്ന് പോന്നേ? ആണോ? ആ, 1 മണിക്ക് വന്നിട്ട് ഇപ്പം എത്തിയല്ലേ? ബ്ലോക്ക് ഉണ്ടായിരുന്നോ? ഞാൻ നോക്കുമ്പോൾ അവിടെ ഫോൺ മിന്നുന്നു അമ്മച്ചിയുടെ. ഞാൻ ഫോൺ മിന്നുന്ന കണ്ടോണ്ടാ. ഈ ഫോൺ അമ്മച്ചിയുടെ ഫോൺ സൈലന്റ് ആയിരുന്നു. സൗണ്ട് കേൾക്കുന്നില്ല. എന്തായി? അവള് പല്ലിയുടെ പുറകെടാ. പല്ലിയുടെ പുറകെ എവിടെ? എന്താടി സെബ, പല്ലീനെ നിനക്ക് കിട്ടൂല. ആ, നീ കഷ്ടപ്പെട്ട് പോവുള്ളൂ. നോക്കിയൊന്നു പുറത്തു പോയാൽ തിരിച്ചു വരില്ലടാ. പുറത്ത് പോയാൽ തിരിച്ചു വരില്ല. ആ
അവർക്ക് ഭയങ്കര സന്തോഷം. അവർ പുറത്തുള്ള സമയം 11:30. അപ്പോൾ ഏതായാലും ഞാൻ കിടക്കാൻ പോവാണ്. ഗുഡ് നൈറ്റ്. ഞാൻ ഈ രാത്രി വരെ ഹോൾഡ് ചെയ്യും. ഞാൻ ഈ ഔട്ടർ കൊടുക്കാതെ രാത്രി വരെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കും. കാരണം എപ്പോഴാണ് എന്താ വരണമെന്ന് നമുക്ക് അറിയില്ലല്ലോ. നമ്മുടെ ജീവിതം തന്നെയാണല്ലോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഏതായാലും അങ്ങനെ രാത്രി ഒരു ഔട്ടർ ഒന്നും എടുക്കാതെ വെച്ചുകൊണ്ട് ഇപ്പോൾ കണ്ട കിട്ടിയത് കണ്ട. അല്ല ഞാൻ ഇതിന് മുമ്പ് എഡിറ്റ് ചെയ്ത് ഔട്ടർ എടുത്താൽ ഓട്ടോമാറ്റിക്കലി എഡിറ്റ് ചെയ്തിട്ട് യൂട്യൂബിലേക്ക് തട്ടുപോയി. അതാണ്. പിന്നെ വീഡിയോ എടുത്ത് ഇതിൻ്റെ ഇടയ്ക്ക് കയറ്റാനൊക്കെ മടിയാണ്. അപ്പോൾ ഏതായാലും നമുക്ക് നാളെ കാണാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് അല്ല, നാളെ കാണാം. ബൈ.